നമസ്കാരം. കൈത്തറി തറവാടായ ബാലരാമപുരം പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ബാലരാമപുരം പഞ്ചായത്ത് മാർക്കറ്റ് പുനർനിർമ്മിക്കും. 8 കോടി രൂപ ചിലവിൽ ഗ്രാമപഞ്ചായത്താണ് മാർക്കറ്റ് പുനർനിർമ്മാണം നടത്തുന്നത്. അതിവേഗം നഗരവൽക്കരണം നടക്കുന്ന ബാലരാമപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ദീർഘനാളത്തെ ആവശ്യമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. പദ്ധതിയുടെ രൂപരേഖ പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിച്ചു. 8284 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ മാർക്കറ്റ് പുനർനിർമ്മിക്കുന്നത്. വിഴിഞ്ഞം റോഡിലെ നിലവിലെ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് പുറമെ പഴയ പഞ്ചായത്ത് ഓഫീസ് നിലനിന്നിരുന്ന സ്ഥലവും കൂടി ഏറ്റെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായുള്ള ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് റോഡ് വികസനം കൂടി മുന്നിൽ കണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ബേസ്മെന്റിൽ 20 കാറുകൾക്കും 50 ബൈക്കുകൾക്കുമടക്കം പാർക്കിംഗ് സൗകര്യം ഉണ്ടാകും. 1-ാം നിലയിൽ പച്ചക്കറി, മീൻ മാർക്കറ്റ് ഉൾപ്പെടെ 27 കടകളും 2-ാം നിലയിൽ 2 വലിയ ഹാളും 15 കടകളും ഉണ്ടാകും. 3-ാം നിലയിൽ മിനി ഓഡിറ്റോറിയവുമാണ് ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കുക. 2 ലിഫ്റ്റുകളും പടിക്കെട്ടുകളോട് ചേർന്ന ലൈവ് സ്പേസുകളും സജ്ജീകരിക്കും. മാലിന്യ സംസ്കരണത്തിനായി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റും സ്ഥാപിക്കും. മാർക്കറ്റിന് ചുറ്റും വലിയ ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള റോഡും ഒരേ സമയം 100 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.